ആ ഇത് നമ്മുടെ പെയ്ഡ് ബാച്ച് നമുക്ക് ടെലഗ്രാമിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സും കിട്ടും. യൂട്യൂബിൽ നമ്മൾ ഡെയിലി സിയും ഹോട്ട് ടോപ്പിക്ക് മാത്രമായിരിക്കും പോകുന്നത്. ഓക്കെ, അത് വല്ലപ്പോഴൊക്കെ ഹോട്ട് ടോപ്പിക്ക് കാണത്തുള്ളൂ. ഹോട്ട് ടോപ്പിക്ക് ഉള്ള ദിവസം മാത്രമേ യൂട്യൂബിൽ ഹോട്ട് ടോപ്പിക്ക് വരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തു പറ്റി നസീറ, കേൾക്കുന്നില്ലേ? സൗണ്ട് പോയോ? ഇപ്പോഴോ? ഇപ്പം സൗണ്ട് ഉണ്ടോ? ഇപ്പം സൗണ്ട് വന്നു? യെസ്, ഓക്കെ. യെസ്, അപ്പം നമ്മുടെ ജപ്പാനെ മറികടന്ന് ഇന്ത്യൻ കുതിപ്പ് എന്നതാണ് ആദ്യത്തെ കറണ്ട് അഫയേഴ്സ്. ജപ്പാനെ മറികടന്ന് നമ്മുടെ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് ജപ്പാനെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കണക്കൂട്ടിയേക്കുന്നത്? GDP ആണ് കണക്കൂട്ടിയേക്കുന്നത്. ഓക്കെ, GDPയുടെ കാൽക്കുലേഷനിലാണ് അത് കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? GDP കൂടിയെന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ശമ്പളമോ വരുമാനമോ ഒക്കെ കൂടുന്നുണ്ടോ? ഇല്ല, നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇത് ആരുടെ കയ്യിലാണ്? ഇത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസയാണ്. അതായത് ഇപ്പൊ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാം. നമുക്കൊന്നുമില്ല, എന്നാലും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് കൂടിപ്പോയ എത്ര രൂപ കിട്ടും? നമ്മളൊരു ഗവൺമെന്റ് ജോലി കയറിയാൽ പോലും സ്ക്രീൻ ബ്ലർ ആണോ? ആണ്, ഓക്കെ. കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ. യെസ്, നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇതിലിടും. ആ ഇടുന്ന വീഡിയോ എന്തായാലും ബ്ലർ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, ടെലഗ്രാമിൽ കൂടെ കാണുന്നോണ്ടായിരിക്കും, നെറ്റിന്റെ ഇഷ്യൂ ഒക്കെ കാരണമായിരിക്കും ബ്ലറായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അഥവാ അത് കാണുന്നതിന് ബ്ലർ ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി, കേട്ടിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ GDPയിൽ നമ്മുടെ ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസയാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസയാണ് അവിടെ കണക്കൂട്ടിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള അല്ല. നമ്മുടെ കയ്യിലുള്ള ആണെങ്കിൽ ഏതാ കണക്കൂട്ടുന്നത്? പെർ ക്യാപിറ്റ ഇൻകം. കേട്ടിട്ടുണ്ടോ പെർ ക്യാപിറ്റ ഇൻകം എന്ന്? പെർ ക്യാപിറ്റ ഇൻകം ആണ് നമ്മുടെ കയ്യിലുള്ളത് കണക്കൂട്ടുന്നത്. ഓക്കെ, പ്രതിശീർഷ വരുമാനം എന്ന് പറയും. പ്രതിശീർഷ വരുമാനം ഇന്ത്യക്ക് കൂടിയാൽ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പൈസ കൂടുകയുള്ളൂ. ഇത് GDP എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ അദാനിയുടെ കയ്യിൽ കുന്നോളം പൈസ ഉണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ടാക്സ് കിട്ടൂലേ? നമുക്ക് മന്ത്ലി ഒരു ഇൻകം ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ പറയുന്നു, നമ്മൾ ഗവൺമെന്റ് ജോലി കയറി, ഓക്കെ, ഡിഗ്രി ലെവലാണെന്ന് വെച്ചോ, ഒരു 50,000 രൂപ ശമ്പളം ഉണ്ട് അല്ലേ? ഒരു 50,000 രൂപ ശമ്പളം ഉണ്ട്. നമുക്ക് ഒരു വർഷത്തിൽ 12 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം ടാക്സ് അടച്ചാൽ മതിയെന്നല്ലേ പുതിയ കണക്ക് പറയുന്നത് അല്ലേ? 12 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. 50,000 വരുമാനമുള്ള നമ്മൾ 2 വർഷം കൂടുമ്പോഴല്ലേ നമുക്ക് 1 ലക്ഷം ആകത്തുള്ളൂ. അതായത് ഒരു വർഷത്തിൽ നമുക്ക് 6 ലക്ഷം അല്ലേ കിട്ടത്തുള്ളൂ അല്ലേ? നമുക്ക് ടാക്സ് അടയ്ക്കണോ? ടാക്സ് അടയ്ക്കണ്ട. അതായത് നമ്മളെ പോലെ കേരള PSC കണക്കുള്ള എക്സാമുകൾ പ്രിപ്പയർ ചെയ്ത് ഓക്കെ ഒരു ആവറേജ് ജോലി കിട്ടുന്ന ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരത്തില്ല, അത് റീഫണ്ട് ചെയ്ത് വരും. ഓക്കെ, മുമ്പ് 7 ലക്ഷം ആയിരുന്നു, ഇപ്പൊ അത് മാറിയിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ പിടിക്കും. ഓക്കെ, ഇതൊക്കെ കൂടിയൊക്കെ വരും കേട്ടോ, ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ വരും. അത് പോട്ടെ. അപ്പൊ നമുക്ക് നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകൾക്കും എന്ത് വേണ്ട? ടാക്സ് അടയ്ക്കണ്ട. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി, വേറെ ടാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നില്ല, പകരം നമ്മുടെ എല്ലാം കൂടെ ചേർത്തിട്ട് ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ അദാനി കൊടുക്കുന്നുണ്ട് അല്ലെ? അദാനിയും അംബാനിയും പോലെയുള്ള ആളുകൾ നമുക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിലാണ് പൈസ. നമ്മുടെ അദാനിയുടെ കയ്യിൽ ഇപ്പൊ എത്ര ട്രില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വരുമാനം. നമ്മുടെ കയ്യിൽ അത് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ പുള്ളിക്കാരൻ അടയ്ക്കുന്ന ടാക്സ് കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ വന്നോളും. ഓക്കെ, അപ്പൊ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ, നമ്മുടെ കയ്യിൽ നോക്കൂല. ഓക്കെ, അപ്പൊ എത്രാം സ്ഥാനമാണെന്നാ പറഞ്ഞേ? 4ാം സ്ഥാനം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ആഭ്യന്തര ഉപഭോഗത്തിന്റെയും
കയറ്റുമതിയുടെയും കാര്യത്തിൽ ഇന്ത്യ നമ്മുടെ GDP-യിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി. ആരെയാണ് മറികടന്നത്? ജപ്പാനെയാണ് മറികടന്നത്. ഓക്കെ, ജപ്പാനെ മറികടന്നിട്ടാണ് 4ാം സ്ഥാനത്തെത്തിയത്. അപ്പം 3ാം സ്ഥാനത്ത് ആരാണിനി? ജർമ്മനി. 3ാം സ്ഥാനത്ത് ജർമ്മനി, 2ാം സ്ഥാനത്ത് ചൈന, 1ാം സ്ഥാനത്ത് അമേരിക്ക. അപ്പൊ അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യ, ഇതാണ് ഓർഡർ. അത് കഴിഞ്ഞിട്ടാണ് ജപ്പാൻ വരിക. ഓക്കെ, അമേരിക്ക, ചൈന, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ, അതാണ് ഓർഡർ. ഇനി എത്രയാണ്? 2030 ആവുമ്പോഴത്തേക്കും നമ്മൾ ജർമ്മനീനെ മറികടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 2030 ആവുമ്പോഴത്തേക്കാണ് മറികടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ വലിയ കാര്യമൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പം അപ്പോഴത്തേക്ക് നമ്മൾ PSC പഠിച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ നമ്മൾ സേഫ് ആയിരിക്കും. യെസ്, 4 വർഷം ഇല്ലേ? 4 വർഷമുണ്ട്. സമാധാനത്തിൽ പഠിച്ചാലും എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിപ്പോക്കോളും. ഓക്കെ, അപ്പൊ 2026 പകുതിയോടെ രാജ്യാന്തര നാണയനിധിയുടെ പ്രഖ്യാപനം വരും. അപ്പൊ ഇത് ആരുടെ പ്രഖ്യാപനം? ഇത് നമ്മുടെ ഇന്ത്യയുടെയാണ് കേട്ടോ. ഇത് ആരുമല്ല പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് പറയുന്നത് നമ്മൾ 4ാം സ്ഥാനത്താണെന്ന്. ഓക്കെ, 2026 നമ്മുടെ 2026 പകുതിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ IMF, നമ്മുടെ രാജ്യാന്തര നാണയനിധിയും പറയും, അവരുടെ ഒരു കണക്കും പുറത്തു വിടും. അപ്പൊ നമുക്കിത് കൺഫേം ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത് കൺഫേം ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യ 4ാം സ്ഥാനത്ത് തന്നെയാണ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ നിലവിൽ GDP-യുടെ വലിപ്പം എത്രയാണ്? 4.18 ലക്ഷം കോടി ഡോളറാണ്. നമ്മുടെ ഇന്ത്യയുടെ GDP നിലവിൽ എത്രയാണ്? 4.18 ലക്ഷം കോടി ആണ് നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം. ഓക്കെ, നമ്മുടെ 7.3 എത്തുമ്പോഴത്തേക്ക് ജർമ്മനിനെ മറികടക്കുക. അതൊന്നും വേണ്ട. അപ്പൊ ജസ്റ്റ് അത്ര അറിഞ്ഞു വെച്ചാൽ മതി. ഇത് ഓക്കെ ആണോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിക്കണോടാ? എന്ത് പഠിക്കണം? ഇത്രയും നാൾ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന പിള്ളേരല്ലേ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു പത്രം കണ്ടപ്പം തന്നെ എന്തായിരിക്കും ഇവിടുന്ന് പഠിക്കേണ്ടതെന്ന്? എന്താണ് പഠിക്കേണ്ടത്? GDP, GNP എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിലബസിൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇല്ലേ? നാഷണൽ ഇൻകം കണ്ടിട്ടുണ്ടോ? ദേശീയ വരുമാനം, നാഷണൽ ഇൻകം, ആ ഒരു ടോപ്പിക് എക്കണോമിക്സിൽ നിന്ന് എടുത്തു വെച്ച് പഠിക്കണം. പഠിക്കുവോ? നമ്മുടെ SCRT-ക്കകത്തും നാഷണൽ ഇൻകത്തിന്റെ അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിന്റെ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ NCERT-യിലും ഉണ്ട്. ദേശീയ വരുമാനം കണ്ടെത്താം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ അത് പഠിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ റാങ്ക് ഫയലിലുള്ള ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ പഠിക്കാം. ഓക്കെ, ഈ ഒരു ന്യൂസേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അനുപമ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പ്രളയ മിസൈൽ. എന്താ പ്രളയ മിസൈല്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് ഇത്. പ്രളയ മിസൈൽ. പ്രളയ മിസൈൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഈ പറയുന്ന കണക്കുള്ള നമ്മുടെ ഡിഫൻസിന്റെ മിസൈലുകളും അല്ലെങ്കിൽ മറ്റ് ടാങ്കുകളും ഒക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നിട്ട് ഇത് ബാലിസ്റ്റിക് ആണോ മറ്റേതാണോ അങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരിക്കും ഇതിനകത്തുനിന്ന് വരാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പൊ അറിഞ്ഞു വെച്ചേക്ക, പ്രളയ് എന്ന് പറഞ്ഞ എന്താണ്? മിസൈലാണ്. ബാലിസ്റ്റിക് മിസൈലാണ്, അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് ഇത്. പ്രളയ് എന്താണ് പ്രത്യേകത? തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. തദ്ദേശീയമായി എന്ന് പറഞ്ഞാൽ എന്തുവാ? തദ്ദേശീയമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചത് അല്ലെ? ഇന്ത്യ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നർത്ഥമുണ്ടോ? അല്ല. 80% മുകളിൽ കേട്ടോ, അത്രയേ ഉള്ളൂ. 80% മുകളിൽ ഇന്ത്യയിൽ നിർമ്മിച്ചു എന്നേ അർത്ഥമുള്ളൂ തദ്ദേശീയമായതിൽ. വേറെ സാധനങ്ങളൊക്കെ ഇറക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം കാര്യം അറിയാലോ. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഓക്കെ, എവിടെയാ പരീക്ഷിച്ചത്? ഒഡീഷയുടെ തീരത്താണ് പരീക്ഷിച്ചത്. അത്രേ അറിഞ്ഞു വെച്ചാൽ മതി, അതിനകത്ത് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കണക്ക് മിസൈലുകളും ടാങ്കുകളും സബ്മറൈൻസിന്റെ ഒക്കെ ഓരോ വ്യത്യസ്ത പേരുകളല്ലേ, നല്ല അടിപൊളി അടിപൊളി പേരുകൾ ഇടുന്നത് DRDO ആണ്. അപ്പൊ ആ പേര്, അതെന്താ സാധനം, ഇത് കണക്ക് മിസൈൽ ആണെങ്കിൽ ബാലിസ്റ്റിക് ആണോ മറ്റേതാണോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ടേബിൾ പോലെ ആക്കുക. അത് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിൽ മാച്ച് ദ ഫോളോയിങ് വരും. ഇനി അടുത്ത നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടില് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ രാജ്യത്തെ
ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുവാണ്. അതായത് എന്തുവാടാ സ്ലീപ്പർ ട്രെയിൻ? സ്ലീപ്പ് ചെയ്യുന്ന എപ്പോഴാ നമ്മള്? എപ്പോഴാ? രാത്രിയല്ലേ. അതായത് ഇത്രയും നാളും എന്തേ ഉണ്ടായിരുന്നുള്ളൂ? പകൽ ട്രെയിനുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പകലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പൊ രാത്രിയുണ്ട്, എന്താണ്ട് സ്ലീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ. അതായത് ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ അപ്പൊ എവിടെ വരുന്നു? ഗുവാഹത്തി കൽക്കട്ട റൂട്ടിൽ വരികയാണ് ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ. ഏതാ റൂട്ട്? ഗുവാഹത്തി കൽക്കത്ത റൂട്ടിലാണ് ഓടിത്തുടങ്ങുന്നത്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളെ ആയിരിക്കും കണക്ട് ചെയ്യുക? ഗുവാഹത്തിയും കൽക്കട്ടയും. ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കണക്ട് ചെയ്യുക? പശ്ചിമ ബംഗാളും അസം. ഓക്കെ, പശ്ചിമ ബംഗാളും അസമിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ സർവീസ് വരുന്നത്. അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇപ്പൊ 180 കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നുണ്ട്. വേഗതയും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. 180 കിലോമീറ്റർ ആണ് വേഗത. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അതൊക്കെ ഇപ്പൊ നിങ്ങൾ പഠിച്ചാലും ഉറപ്പായിട്ട് എക്സാം മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് വെറുതെ പഠിച്ച സമയം കളയണ്ട. ഓക്കെ, ഇപ്പൊ 180 കിലോമീറ്റർ വേഗതയാണ്. കവച് എന്ന് പറയുന്ന സംവിധാനം അതെന്തായാലും ഇനിയുള്ള എല്ലാ ട്രെയിനിലും കാണും. എന്തുവാ ഈ കവച്? കവച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് മനസ്സിലായല്ലേ? എന്താണ്? തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സുരക്ഷാ സംവിധാനമാണ് കവച് എന്ന് പറയുന്നത്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ വേണ്ടി മാത്രമാണോ? ട്രെയിനുകളെ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണോ കവച്? വേറെ ഒരു ആവശ്യത്തിനും കൂടെ കവച് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ പഠിച്ചിരുന്നു. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? കവച് ആനയെ ഇടിച്ച് കൊന്ന് കുറെ ട്രെയിൻ ഇടിച്ച് കുറെ ആനകളൊക്കെ മരിച്ച ന്യൂസ് വന്നപ്പം ഇനി ആനകളെ കണ്ടുപിടിക്കാനും കവച് ഉപയോഗിക്കാന്ന് പറഞ്ഞ് പഠിച്ച ഓർമ്മയില്ലേ? അപ്പൊ അതേ കണക്കുള്ള വന്യജീവികളെയൊക്കെ തിരിച്ചറിയാനും അതിനെ കൂട്ടിയിടിച്ച് അതിനെ ഇതാക്കാതിരിക്കാനും കവച് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാന്നൊക്കെ അന്ന് പത്രത്തിൽ പഠിച്ചിരുന്നു. ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ ഇന്ത്യയിൽ എന്നാ വരാൻ പോകുന്ന? ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ നിലവിൽ ഇതുവരെ ബുള്ളറ്റ് ട്രെയിൻ വന്നിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 അടുത്ത വർഷം. എൻ്റെ മക്കളെ എത്രയും വേഗം പഠിച്ച് ജോലി മേടിച്ചോ, അല്ലെങ്കിൽ ഇനി അടുത്ത ട്രെയിനുകളും ഒക്കെ വരുമ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ 2027 സ്വാതന്ത്ര്യ ദിനത്തിലായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വരിക. ഏതാ റൂട്ട്? മുംബൈ അഹമ്മദാബാദ് റൂട്ട്. കേട്ടോ, മുംബൈ അഹമ്മദാബാദ് ആണ് റൂട്ട്. അറിഞ്ഞു വെച്ചേക്കുക. 100 കിലോമീറ്റർ റൂട്ടിലാണ് ആദ്യത്തെ ട്രെയിൻ ഓടുക. 100 കിലോമീറ്റർ ഓടുന്നോളൂ. ജസ്റ്റ് എന്താണ് തുടങ്ങി വെക്കുന്നു. അപ്പൊ ആരാ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ? റെയിൽവേ മിനിസ്റ്റർ ആരാണ്? അശ്വനി വൈഷ്ണവ്. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മുടെ യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യം ഏതാണ്? യൂറോസോണിന്റെ ഭാഗമാകുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. എന്തുവാ 21ാമത്തെ രാജ്യം? അവസാനമായിട്ട് ജോയിൻ ചെയ്ത യൂറോസോണില് ബൾഗേറിയാണ്. അപ്പൊ യൂറോസോൺ എന്തുവാ? യൂറോസോൺ യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് യൂറോസോൺ രാജ്യങ്ങൾ. കേട്ടോ, യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് യൂറോസോൺ രാജ്യങ്ങൾ. അങ്ങനെ യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ. അല്ലെങ്കിൽ യൂറോസോണിൽ അംഗമായ ഏറ്റവും അവസാനത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയ. അപ്പം യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് യൂറോസോൺ എന്ന് പറഞ്ഞു. എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യൂറോസോണിൽ ഉണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ എത്ര രാജ്യങ്ങളുണ്ട്? 27 രാജ്യങ്ങളാണുള്ളത്. കേട്ടോ, യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളാണുള്ളത്. ഈ 27 രാജ്യങ്ങളിൽ 21 മാത്രമാണ്, ഇപ്പൊ ബൾഗേറിയയും കൂടെ ചേർത്ത് 21 രാജ്യങ്ങളാണ് യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി രാജ്യങ്ങൾ അപ്പൊ എന്താ? അവരവരുടെ സ്വന്തം കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് ഇനി ഉപയോഗിക്കാത്തതെന്ന് നോക്കാം. ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ യൂറോ അല്ല അവരുടെ തന്നെ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ,
ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഹംഗറി, പോളണ്ട്, റുമാനിയ, സ്വീഡൻ ഇത്രയും രാജ്യങ്ങളിൽ എന്താണ് അവരുടെ കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയാണ് യൂറോസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്ന് എന്താണ് ഈ കഴിഞ്ഞ 2025 വരെ ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരുന്നു? 2025 വരെ ചൈന എന്നായിരുന്നു ഉത്തരം. ഓക്കെ, എന്നാൽ 2020 കുറെ വർഷങ്ങളായിട്ടുള്ള സ്റ്റാറ്റിക് GK ആയിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ ഉപഭോഗം ചെയ്യുന്ന രാജ്യം. രണ്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു. ഉപഭോഗം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന് മാറ്റം. കുറെ നാളായിട്ട് ഇതിനൊരു മാറ്റം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ചൈനയെ മറികടന്നുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആരായിട്ട് മാറി? ഇന്ത്യ ആയിട്ട് മാറി. ഉപഭോഗം നേരത്തെ ഇന്ത്യ തന്നെ അല്ലേ? ഉപഭോഗം നേരത്തെ ഇന്ത്യ തന്നെയാണ്. ഇപ്പോഴാണ് എന്താണ് ഇപ്പൊ രണ്ടും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന ഖ്യാതി ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ അരിയുടെ കയറ്റുമതി ഇരട്ടിയായി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. തെലങ്കാന അല്ല, പഞ്ചാബ്, ഹരിയാന കേട്ടാ. പഞ്ചാബിലൊക്കെ അരി വെക്കുന്നോണ്ടല്ലേടാ അവിടുത്തെ കത്തിച്ചിട്ട് ഇവിടുത്തെ പുകയെല്ലാം കൂടെ പാകിസ്ഥാനിൽ അടിച്ചു കയറി ആ നെല്ലിന്റെ ബാക്കി വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നതിന്റെ കാര്യമാണ് പാകിസ്ഥാൻകാർ പറയുന്നത്. അത് കത്തിക്കുമ്പം ലാഹോറിലോട്ടുള്ള പുകയെല്ലാം കൂടെ അടിച്ചു കയറി അവിടെ മലിനമാകുന്നു എന്നാണ് അവർ പറയുന്നത്. യെസ്, വെസ്റ്റ് ബംഗാൾ അല്ല. ഓക്കെ, പഞ്ചാബ്, ഹരിയാനയാണ് വൻതോതിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓക്കെ, പഞ്ചാബ്, ഹരിയാന. നമ്മുടെ ഇന്ത്യയിലെ കർഷകർ ഉപയോഗിക്കുന്നത് എന്താണ്? ഉപരിതല ഭൂഗർഭ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബിലും ഹരിയാനയിലും കർഷകർ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? ഭൂഗർഭ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. ജസ്റ്റ് അത്ര വായിച്ചു വിട്ടാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? യെസ്. ഇനി നമ്മുടെ സരസ് മേള ആരുടേതാണ്? കുടുംബശ്രീയുടേതാണെന്ന് അറിഞ്ഞു വെച്ചേക്ക. രാജ്യത്തെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാര ഉത്സവമാണ് സരസ് മേള കേട്ടോ. രാജ്യത്തെ ഗ്രാമീണ സംരംഭകരുടെ വ്യാപാര ഉത്സവമാണ് സരസ് മേള. ആരുടേതാണ്? ആരാണ് സംഘടിപ്പിക്കുന്നത്? കുടുംബശ്രീയാണ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എന്താണ്? കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉൾപ്പെടുക. ഇനി 2026 എന്തൊക്കെ വർഷമായിട്ടാണ് നമ്മുടെ UN ആചരിക്കുന്നത്? 2026 എന്തിനൊക്കെയുള്ള വർഷമാണ്? ഒന്ന്, നമ്മുടെ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. 2026 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ഓക്കെ ആദിശ്രീ, കേൾക്കണം കേട്ടോ. കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടേക്കണം, ഫിനിഷ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കണം, ഞാൻ നോക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 2026 മറ്റൊരു വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള വോളണ്ടിയർമാരുടെ അന്താരാഷ്ട്ര വർഷം. എന്താണ്? സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള വോളണ്ടിയർമാരുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും ആചരിക്കുന്നുണ്ട്. ഒന്ന് എന്താ പറഞ്ഞത്? വനിതാ കർഷക വർഷം അല്ലെ? വനിതാ കർഷക വർഷം. അടുത്ത നമ്മുടെ സുസ്ഥിര വികസനത്തിനായിട്ടുള്ള വോളണ്ടിയർമാരുടെ അന്താരാഷ്ട്ര വർഷം. ഓക്കെ, അത് ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്, നമ്മുടെ പുൽമേടുകളിലും ഇടയന്മാരുടെ അന്താരാഷ്ട്ര വർഷം. പുൽമേടുകളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം കേട്ടോ. എന്താണ്? പുൽമേടുകൾ സംരക്ഷിക്കേണ്ടതിന്റെയും ഇടയന്മാർക്ക് പിന്തുണ കൊടുക്കേണ്ടതിന്റെയൊക്കെ ആവശ്യം കാണിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയാണ് പുൽമേടുകളുടെയും ഇടയന്മാരുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് 2026 തെരഞ്ഞെടുത്തത്. ഓക്കെ ഓക്കെ യെസ്, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഈ 3 കാര്യങ്ങളും ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ
എവിടെയാണ് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണിത്. ഇപ്പം അത് വന്നു. ഓക്കെ, ഇപ്പൊ അത് വന്നു. മുന്നേ നമ്മൾ വരാൻ പോകുന്നു എന്ന് പഠിച്ചിരുന്നു. ഏതാണ്? നമ്മുടെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ആദ്യമായിട്ട് വന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലാണ് നിർമ്മിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തുവാടാ? ഗവൺമെന്റ് ആണോ പൈസ ഇടുന്നത്? അല്ല, പ്രൈവറ്റ് കമ്പനി, അദാനി അംബാനിയൊക്കെ പോലെയുള്ള വലിയ പൈസക്കാരൊക്കെ ആയിരിക്കും പൈസ കൊടുത്ത് ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, അവരൊരു ലാഭം കിട്ടുന്നത് വരെ ഒരു സ്ഥാപനത്തെ നോക്കി നടത്തും. ശേഷം എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് കൊടുക്കും. അവർ ചെലവാക്കേണ്ടിയും അതിന്റെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് കൊടുക്കും. അതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ AI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP മോഡലിലാണ് കൊണ്ടുവന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ. എന്നാ കൊണ്ടുവന്നത്? നമ്മുടെ ന്യൂ ഇയർ ദിനത്തിലാണ്. 2026 ജനുവരി 1 കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? യെസ്. ഇനി ഇതെന്താണെന്നറിയാമോ? ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ റെയർ എർത്ത് എലമെന്റ്സ് കേട്ടിട്ടുണ്ടോ? റെയർ എർത്ത് എലമെന്റ്സ് എന്ന്. റെയർ എർത്ത് എലമെന്റ്സിന്റെ ഗ്രാഫാണിത്. കേട്ടിട്ടുണ്ട്? യെസ്. അപ്പൊ റെയർ എർത്ത് എലമെന്റ്സ് ഏറ്റവും കൂടുതൽ എന്താണ് ഖനനം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ചൈന എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഒത്ത് കട്ടയ്ക്ക് വളർന്നു വരുന്നത്? കാരണം ചൈനയ്ക്ക് അത്രയും റിസോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ചൈന ഇന്ത്യയൊക്കെ ഏകദേശം ഒരേ സമയത്ത് ഒരു പ്രത്യേക കാലയളവ് വരെ ഇന്ത്യയുടെയും ചൈനയുടെയും GDP എന്ന് പറയുന്നത് ഒരേ കണക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വളർച്ചയും കാര്യങ്ങളും എല്ലാം ഒരേ കണക്കായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചൈന സഡൻലി വളർന്നു പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ വളർന്ന് എവിടം വരെ എത്തി? അമേരിക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന റേഞ്ചിൽ എത്തിയില്ലേ? ആ റേഞ്ചിൽ എത്താൻ അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെയർ എർത്ത് എലമെന്റ്സ്. ഓക്കെ, ഈ സാധനം ചൈനയിൽ വളരെ കൂടുതലാണ്. വലിയൊരു ഏരിയ തന്നെ ഇല്ലേ? അപ്പം അത്രയും കൂടുതലാണ്. അപ്പൊ 44.0 മെട്രിക് ടൺസ് ആണ് ചൈനയിൽ നിന്നും എന്താണ് ഖനനം ചെയ്യാൻ പറ്റുന്ന റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ആരുടെ റിപ്പോർട്ടാണ്? അമിസ്കസ് ഗ്രോത്ത് റിപ്പോർട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനയാണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എലമെന്റ്സ് ഉള്ളത്. 2ാം സ്ഥാനം ആർക്കാണ്? 2ാം സ്ഥാനം ബ്രസീലിനാണ്. 3ാം സ്ഥാനം നമ്മുടെ ഇന്ത്യയാണ്. അതാണ് ന്യൂസ് കേട്ടോ. 3ാം സ്ഥാനം ഇന്ത്യയാണ്. 4ാം സ്ഥാനം ഓസ്ട്രേലിയ. 5ാം സ്ഥാനം റഷ്യ. ഓക്കെ, അപ്പം 1ാം സ്ഥാനം ആർക്കാണ്? റെയർ എർത്ത് എലമെന്റ്സിന്റെ ഉൽപാദനത്തില് അല്ലെങ്കിൽ അതിന്റെ ഖനനം ചെയ്യുന്നതിനകത്ത് 1ാം സ്ഥാനം ചൈനയ്ക്കാണ്. 2ാം സ്ഥാനം ബ്രസീല്. 3ാം സ്ഥാനം ഇന്ത്യ. ഓക്കെ, അത്രയെങ്കിലും പഠിച്ചേക്കണം. 3ാം സ്ഥാനം ഇന്ത്യയാണ്. 4ാം സ്ഥാനം ഓസ്ട്രേലിയ. 5ാം സ്ഥാനം റഷ്യ. ഓക്കെ, യെസ്, ലാന്തനൈറ്റ്സ് ആണ്. ഇനി ഇതും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഓർമ്മയുണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിജീനിയസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരംരുദ്ര പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? വരാൻ പോകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ IIT പാട്ന നമ്മുടെ ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് പരംരുദ്ര. ഓക്കെ, നമ്മുടെ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിലാണ് പരംരുദ്ര എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ വന്നത്. ഇവിടെ എന്ത് പഠിക്കണം? സൂപ്പർ കമ്പ്യൂട്ടർ നമ്മുടെ IT ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നതും ആദ്യത്തതും അങ്ങനെയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളെയൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത് ഏത് പദ്ധതിയുടെ കീഴിലാണ്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇന്ത്യ ഇൻഡിജീനസ് ആയിട്ട് നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരംരുദ്ര. അപ്പൊ ഇത് ഏത് മിഷന്റെ കീഴിലായിരിക്കും? നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്തെങ്കിലും സാധനം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലായിരിക്കും വരിക, അല്ലെ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലായിരിക്കും വരിക. ഇതുപോലെ നമ്മുടെ വാട്സപ്പിന് ബദലായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നായിരുന്നല്ലോ. അതിന്റെ പേരെന്താ? അരട്ടൈ. അതും ഏത് പദ്ധതിയുടെ ഭാഗമാണ്? മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്.
മെജോറിറ്റി, എല്ലാം അങ്ങനെയൊന്നും പറയുന്നില്ല, എന്നാലും മെജോറിറ്റി എന്തെങ്കിലും ഒരു സാധനം തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് റീസെന്റ് മോദി ഗവൺമെന്റിന് ശേഷം കൊണ്ടുവന്നതാണെങ്കിൽ അതെല്ലാം ഏത് പദ്ധതിയുടെ കീഴിലായിരിക്കും? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലായിരിക്കും. ഓക്കെ ആണോ? അത്രയും? യെസ്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം കൂട്ടുന്നു. നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റൂല, കാരണം ഓരോ സ്ഥാപനങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ്, അല്ലാതെ പൊതുവായിട്ട് പേപ്പറൊന്നും ഇറക്കുന്നില്ല. ജസ്റ്റ് അത് വായിച്ചിട്ടേക്ക്, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പ്രീവിയസ് മന്തിലേക്ക് വരികയാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും സെറ്റ് ആണോ? ഓക്കെ. ഇനി നമുക്ക് പ്രീവിയസ് മന്തിൽ പോവാം. നമ്മൾ ഓഗസ്റ്റ് ആണ് നമ്മൾ ജനുവരിയുടെ ഒപ്പം കൊണ്ടുവന്നത് കേട്ടോ. ജനുവരിക്ക് പാരലായിട്ട് ഓഗസ്റ്റ് 2025 കറണ്ട് അഫയേഴ്സ് ആണ് കൊണ്ടുവന്നത്. ഓഗസ്റ്റ് 1-2 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പാദരക്ഷാ സംസ്കരണ പദ്ധതി തുടങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? സീറോ ഫുഡ് മാർക്സ്. മറന്നുപോയോ? നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ വർഷം. ഉപയോഗശേഷം വലിച്ചെറിയുന്നതിന് പകരം ചെരുപ്പുകൾ ശേഖരിച്ച് ഉത്തരവാദിത്വത്തോടെ സംസ്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പദ്ധതിയാണ് സീറോ ഫുഡ് മാർക്ക്. ഓക്കെ, സീറോ ഫുഡ് മാർക്ക്. ഇന്ത്യ VKC സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മുടെ ശുചിത്വ മിഷന്റെ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ ജസ്റ്റ് കേട്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ ഇട്ട് തരും കേട്ടോ. സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ യൂട്യൂബിൽ പ്രൈവറ്റ് ആയിട്ട് ഇട്ട് തരും. അഥവാ നിങ്ങൾക്ക് പിന്നീട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം. ഓക്കെ. സൗണ്ട് കൂട്ടാൻ പറ്റുന്നില്ലേ? സൗണ്ട് ഇവിടെ കൂടുതലാണ്. ന്യൂസ് കട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തും കൂടെ തരാം. പിന്നീട് കാണണമെങ്കിൽ അങ്ങനെയും കാണാം. ഓക്കെ, അതുകൊണ്ട് അതൊന്നും ആലോചിക്കണ്ട. ഇപ്പം ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. യെസ്. അപ്പം എന്താണ് സീറോ ഫുഡ് മാർക്ക്? സീറോ ഫുഡ് മാർക്ക് നമ്മുടെ ശുചിത്വ മിഷനുമായിട്ട് സഹകരിച്ച് പാദരക്ഷകൾ, ചെരുപ്പുകൾ ഉത്തരവാദിത്തോടെ സംസ്കരിക്കാനുള്ള പദ്ധതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പദ്ധതിയാണെന്നും കൂടെ ഓർത്തു വെച്ചേക്കാം. ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇനി അടുത്ത നമ്മുടെ താലൂക്കിലെ നെടുമങ്ങാട് താലൂക്കിലെ ആദിവാസി മേഖലകളിലെ യുവാക്കളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് കരകയറ്റാനുള്ള എക്സൈസിന്റെ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എന്ന് പറഞ്ഞു. തൊഴിലാണ് എൻ്റെ ലഹരി എന്ന പരിപാടിയാണ് നമ്മുടെ എക്സൈസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് തൊഴിലാണ് എൻ്റെ ലഹരി എന്ന പദ്ധതി ആരാ കൊണ്ടുവന്നത്? നമ്മുടെ എക്സൈസ് ആണ് കൊണ്ടുവന്നത്. ലഹരിയിൽ നിന്ന് ആദിവാസികളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ആദിവാസി മേഖലയിൽ നമ്മുടെ നെടുമങ്ങാട് താലൂക്കിലെ ആദിവാസി മേഖലയിൽ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ പദ്ധതിയുടെ പേരെന്താണ്? തൊഴിലാണ് എൻ്റെ ലഹരി. ഓക്കെ. ഇനി 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകൾ പ്രഖ്യാപിച്ചു. 6 വിഭാഗങ്ങളിലായിട്ടാണ് അവാർഡ് കൊടുത്തത്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ആർക്ക് കൊടുത്തു? നമ്മുടെ സാറ ജോസഫിന് കൊടുത്തു. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകൾ പ്രഖ്യാപിച്ചു. നമ്മുടെ ആ ഒരു അവാർഡിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ സാറ ജോസഫിന് കിട്ടി. ഓക്കെ. ആത്രേയകം എഴുതിയ രാജശ്രീ വനിതാ എഴുത്തുകാരിക്കുള്ള അവാർഡിനും അർഹയായി. ആർത്രേയകം ആരാ എഴുതിയത്? രാജശ്രീ ആണ് എഴുതിയത്. ഓക്കെ. പെണ്ണപ്പൻ ആരുടേതാണ്? പെണ്ണപ്പൻ കവിതയാണ് എഴുതിയത് ആദിയക്കയാണ് കേട്ടോ. ആദിയക്ക അല്ലെങ്കിൽ ആദർശ് ആദിയക്ക എന്നായിരിക്കും തുലിക നാമം. ഓക്കെ, ആദർശ് ആണ് എഴുതിയത്. ഓക്കെ, അപ്പൊ എന്താണ്? ആത്രേയകം എഴുതിയത് രാജശ്രീ. രാജശ്രീ. അതുപോലെ
നമ്മുടെ സന്തോഷ് എച്ചിക്കാനത്തിന് ബാലസാഹിത്യ പുരസ്കാരം കിട്ടി. നമ്മുടെ സന്തോഷ് എച്ചിക്കാനത്തിന് ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കഥ ഏതാണ്? മിസാറു. ഓക്കെ, മിസാറു. ഈ പുരസ്കാരമല്ല ഇവിടെ ഇമ്പോർട്ടന്റ്, ആ കൃതിയാണ് ഇമ്പോർട്ടന്റ്. കൃതിയും എഴുത്തുകാരും നോക്കി വെച്ചോ. ആത്രേയം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? ആർ രാജശ്രീയുടേതാണ്. മിസാറു എന്ന് പറയുന്ന ബാലസാഹിത്യ കൃതി ആരുടേതാണ്? നമ്മുടെ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെയാണ്. അതുപോലെ പെണ്ണപ്പൻ എന്ന കവിത ആരുടേതാണ്? ആദർശ് ഇ അല്ലെങ്കിൽ ആദ്യക്കയുടേതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ആ കൃതിയും എഴുത്തുകാരും നോക്കി വെച്ചു, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഈ ഒരു വ്യക്തിയുടെ കൃതി ഏതാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൃതി അല്ലാത്തത് തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞു വരാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് മിസാറു ആണ് കേട്ടോ. മിസാറു, മിസാറു ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. മിസാറു ആരുടേതാണ്? സന്തോഷ് എച്ചിക്കാനത്തിന്റെയാണ്. ഓക്കെ, അറിഞ്ഞു വെച്ചേക്കാം. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മുടെ നാഷണൽ അവാർഡുകൾ കൊടുത്തായിരുന്നു 2025. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് കൊടുത്തത്. 2025 കൊടുത്തത് 2023 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് കൊടുത്തത്. ഓക്കെ, എത്രാമത്തെ ആയിരുന്നു? 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ്? മികച്ച സഹനടനും സഹനടിയും. മികച്ച സഹനടനും സഹനടിയും ഉർവശിയും രാഘവനുമാണ് കേട്ടോ. രാഘവനാണ് മികച്ച, വിജയരാഘവനാണ് നമ്മുടെ മികച്ച സഹനടൻ. നമ്മുടെ ഉർവശിയാണ് മികച്ച സഹനടി. നമ്മുടെ വിജയരാഘവന് സഹനടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ്? പൂക്കാലം. ഓക്കെ, ഉർവശിക്ക് നേടിക്കൊടുത്തത് ഉള്ളൊഴുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും മികച്ച നടൻ ആരാണ്? വിക്രാന്ത് ഉണ്ട്. വിക്രാന്തും ഷാരൂഖ് ഖാനും. വിക്രാന്തും മെസ്സിയൊന്നുമില്ല. വിക്രാന്ത് മാസി എന്നാണോ പറഞ്ഞത്? വിക്രാന്ത് മാസിയും ഷാരൂഖ് ഖാനും 2 പേരുണ്ട് ജവാന്റെ അഭിനയത്തിന്. അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. എന്നാലും ജവാനൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് വരും കേട്ടോ. സംഭവം ഇപ്പൊ നമ്മുടെ രത്നഗിരിയിൽ ഒരു ഫാക്ടറി വരാൻ പോകുന്നു, അറിഞ്ഞോ? നമ്മുടെ രത്നഗിരിയിൽ ഒരു ഫാക്ടറി വരാൻ പോകുന്നു. ഏറ്റവും മാരകമായിട്ടുള്ള വിഷ ഫാക്ടറിയാണ്, ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള, ഇറ്റലിയിൽ നിരോധിച്ച ഫാക്ടറിയാണ്. ആ ഫാക്ടറി നേരെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അതിന് അനുമതിയും കൊടുത്തു. ബാക്കി ഇനി പറയണ്ടല്ലോ, മാരക രോഗങ്ങളൊക്കെ ഉണ്ടായി എന്ന പേരിൽ ഇറ്റലിയിൽ നിരോധിച്ച സാധനമാണ് ഇങ്ങോട്ട് ബാക്കി കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിലായിരുന്നു തോന്നുന്നു അതിനെ പറ്റി പറയുന്നത്. അല്ലല്ല, ജവാനില് ഇതേണക്കുള്ള സാധനങ്ങൾ ഏറ്റവും ഇതൊക്കെ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യയിലാണ് എന്ന് പറയുന്നുണ്ട്. അത് അതേണക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, +2 ഫിലിം അത് നിങ്ങൾ കാണണ്ട. +2 ഫെയിൽ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണേണ്ട സിനിമയാണ്. സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ കാണണ്ട. ജസ്റ്റ് കാണുവാണെങ്കിൽ യൂട്യൂബിൽ സമ്മറി കിട്ടും, മലയാളം എക്സ്പ്ലനേഷൻ എന്ന് കൊടുത്താൽ മതി. അപ്പം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ആ സിനിമ തീർത്തു തരും. അടിപൊളി മൂവിയാണ്, നല്ല മോട്ടിവേഷൻ ആണ്. പഠിക്കുന്നവർ കണ്ടാൽ നല്ലതായിരിക്കും. അത് ഒറിജിനൽ കഥയാണെന്ന് ഓർക്കണം. ഓക്കെ, ചുമ്മാ ഒരു തള്ളു കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. അപ്പൊ റിയൽ സ്റ്റോറിയിൽ അത്രയും കഷ്ടപ്പെട്ട ഒരാൾ പഠിച്ച് കളക്ടറായ കഥയാണത്. ഓക്കെ, അപ്പം ടൈം ഉണ്ടെങ്കിൽ കാണുക. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒരു സൺഡേ ഒക്കെ ഒന്ന് സിനിമ കാണണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, അപ്പൊ നടന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടൻ. മികച്ച നടി ആരാണ്? മികച്ച നടി റാണി മുഖർജി. സിനിമ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. കേട്ടോ, മിസ്സിസ് ചാറ്റർജി എന്ന് പറഞ്ഞ സിനിമ റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയത്. മികച്ച മലയാള സിനിമ ഏതാണ് ഇമ്പോർട്ടന്റ്? മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. ഓക്കെ,
ആരാ സംവിധാനം ചെയ്തത്? ക്രിസ്റ്റോ ടോമി. ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമിയാണ്. യെസ്. മികച്ച സംവിധായകൻ ആരാണ്? ഇതിന് കൊടുത്തവൻ ആരാണെങ്കിലും നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ അവരുടെ മണ്ടക്കടിച്ച് കൊല്ലും. ഓക്കെ. ആരാണ്? മികച്ച സംവിധായകനും മികച്ച നടനും വിക്രാന്ത് മാസി അത് വേണം. പക്ഷെ ഷാരൂഖ് ഖാൻ മികച്ച നടനായിരുന്നു. പക്ഷെ ആ ഒരു സിനിമയിൽ അത്ര പോരാ അല്ലേ? അതിനേക്കാളും മികച്ച സിനിമകളൊക്കെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും അറിഞ്ഞു വെച്ചോ. അപ്പൊ നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. നമ്മൾ ആ ജൂറിയിൽ അംഗങ്ങളല്ല, നമുക്ക് അവിടെ വോയിസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നു നമ്മളത് പഠിക്കുക. മികച്ച സംവിധായകൻ ആരാണ്? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ എവിടേക്കോ ഒരു തരിപ്പ് വരുമോ? നിങ്ങൾക്ക് വരുമോ? വരും. അതെ. ഏതാണ്? ദ കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ്തോ സെൻ. ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് തേക്കപ്പെട്ട സുന്ദരി കേരളത്തിലേക്ക് വന്നത്. മനസ്സിലായോ? ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് കേരളത്തെ പറ്റി ചെയ്താൽ നാഷണൽ അവാർഡ് കിട്ടുമെന്നും പറഞ്ഞ് അടുത്ത ഹിന്ദിക്കാരികളെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് അടുത്ത സിനിമ പിടിച്ചത്. അത് അതിനേക്കാളും ദുരന്തം. മിക്കവാറും അതിനും കൊടുക്കും നാഷണൽ അവാർഡ്. നമ്മുടെ വിധി, അല്ലാതെ എന്ത് പറയാനാ. അപ്പൊ നമ്മുടെ മികച്ച സംവിധായകനാരാ? സുദീപ്തോ സെൻ. സുദീപ്തോ സെന്നിന്റെ സിനിമ ദ കേരള സ്റ്റോറി. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം +2 ഫെയിൽ. ഇതാണ് മികച്ച ചിത്രം +2 ഫെയിൽ ആണ്. വിധു വിനോദ് ചോപ്രയാണിത് സംവിധാനം ചെയ്തത്. ഓക്കെ. +2 ഫെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ കേരള സ്റ്റോറിക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ കൊടുത്തു. മികച്ച ഛായാഗ്രഹണത്തിനും മികച്ച സംവിധായകനും. ഓക്കെ. ഈ ഒരു സിനിമയിലെ ഛായാഗ്രഹണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ ഒരു ഫോൺ എടുത്തു വെച്ച് ഷൂട്ട് ചെയ്താൽ ഇതിനേക്കാളും ക്ലാരിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് അവിടുത്തെ ഛായാഗ്രഹണം. നമ്മുടെ ആടുജീവിതമായിട്ടാണ് ഛായാഗ്രഹണത്തിന് ഇത് കോമ്പീറ്റ് ചെയ്തത്. ആടുജീവിതത്തിന് ക്വാളിറ്റി ഇല്ല, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആടുജീവിതത്തിനെ തഴഞ്ഞിട്ട് കേരള സ്റ്റോറിക്ക് കൊടുത്തത്. സംഭവം ഇതൊന്നും അല്ല, കോൺട്രവേഴ്സി ആവുന്നതിനാണ് ഇപ്പോൾ കൂടുതലും പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. അപ്പം മികച്ച ഛായാഗ്രഹണം ആർക്കാ കിട്ടിയത്? കേരള സ്റ്റോറിക്ക് കിട്ടി. അതുപോലെ മികച്ച സംവിധായകനും ആരെയാണ്? കേരള സ്റ്റോറി. അങ്ങനെ 2 പുരസ്കാരങ്ങളാണ് കേരള സ്റ്റോറിക്ക് കിട്ടിയത്. അപ്പം 71ാമത്തെ ദേശീയ പുരസ്കാരം കിട്ടിയല്ലോ. യെസ്. ഇനി എന്തുവാ കെല്ലി? കെല്ലി പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? കെല്ലി എന്തായിരുന്നു? കെല്ലി ഓർക്കുന്നെങ്കിൽ വെളിയിലോട്ട് വരട്ടെ. എന്തായിരുന്നു കെല്ലി? AI ആണ്. യെസ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ AI റിസപ്ഷനിസ്റ്റ് ആണ് ആര്? കെല്ലി. കേരളത്തിലെ ആദ്യത്തെ AI റിസപ്ഷനിസ്റ്റ് ആണ് കെല്ലി എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. കെല്ലി എല്ലാ ജില്ലയിലും വന്നെന്നതാണ് ന്യൂസ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കെല്ലി എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഇനി പ്രധാനമന്ത്രി കൃഷി സമ്പദ് യോജന നമ്മുടെ 15ാമത്തെ ഓർത്തു വെച്ചേക്കാം. 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. പ്രവർത്തിക്കുന്നത് 15ആണ്. അടുത്ത സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 16ആണ്. ആ 15ാമത്തെ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന 1920 കോടി അധിക വിഹിതം ഉൾപ്പെടെ 6520 കോടി രൂപ കേന്ദ്ര മന്ത്രിസഭ അനുവദിച്ചു. അതായത് ആ ഒരു പദ്ധതിക്ക് അത്രയും പൈസ അനുവദിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾ, ശീതീകരണ ശൃംഖല, മൂല്യവർദ്ധിത സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണ പരിപാലന സംവിധാനങ്ങൾ എന്നിവ ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി കൃഷി സമ്പദ് യോജന. ഇതാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾ. കാർഷിക സൗണ്ട് ഇല്ലേ? നിങ്ങൾക്ക് വീഡിയോ വേണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കാം. അപ്പൊ സൗണ്ട് നിങ്ങൾക്ക് കൂട്ടാം. എന്ത് പറയുന്നു? വീഡിയോ കാണണമെന്നുള്ളവരുണ്ടോ?
വീഡിയോ ഓപ്പൺ ചെയ്യണ്ട. എല്ലാവർക്കും അതാണോ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ അതങ്ങ് മാറ്റാം. യെസ്, മാറ്റിക്കോ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുമല്ലോ. യെസ്, സൗണ്ട് കൂട്ടി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? പ്രധാനമന്ത്രി കൃഷി സമ്പത്ത് യോജന അല്ലേ? ആരാടാ മൈക്ക് മ്യൂട്ട് മാറ്റിയത്? ആതിര. ആതിര മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി കൃഷി സമ്പത്ത് യോജന എന്തിനു വേണ്ടിയുള്ളതാണ്? കാർഷിക സംസ്കരണ കേന്ദ്രങ്ങൾ, ശീതീകരണ ശൃംഖല, മൂല്യവർദ്ധിത സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണ പരിപാലന സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സമ്പത്ത് യോജന. അത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ. ഇനി നമ്മുടെ കേരള നിയമസഭയിൽ EMS സ്മൃതി മ്യൂസിയം ഉയരുന്നു. ഓക്കെ. അപ്പൊ EMSന്റെ സ്മൃതി മ്യൂസിയം എവിടെയാ വരുന്നത്? കേരള നിയമസഭയിലാണ് വരുന്നത്. അത്ര അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ. ഇനി എന്തുവാണ് ധനുസ് പദ്ധതി? ധനുസ് പദ്ധതി എന്താണ്? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ധനുസ് പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ധനുസ് പദ്ധതി. ഇന്ദ്രധനുസ് അല്ല. ഇന്ദ്രധനുസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധനുസ് എന്താണ്? നമ്മുടെ സംസ്ഥാന സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഉപരിപഠനത്തിന് വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ധനുസ് പദ്ധതി. ഇടയ്ക്ക് വെച്ച് ഒരു കൊച്ചു പയ്യൻ ഗ്രാൻഡ് നേടി വെളിയിൽ പോയത് ഓർമ്മയുണ്ടോ? ഫിസിക്സിന്റെ വലിയൊരു കണ്ടുപിടുത്തം നടത്തി. 7-ലോ 9-ലോ അങ്ങോട്ട് പഠിക്കുന്ന, എത്രയിലായിരുന്നു? ദാറ്റ്സ് എ ഫേക്ക് ന്യൂസ്. നോ, ഫേക്ക് ന്യൂസ് അല്ല. ഫേക്ക് ന്യൂസ് അല്ലത്. He is just a member of the group. Yes, ആണോ? ഫേക്ക് ആണോ? ഭയങ്കര ന്യൂസ് ആയിരുന്നല്ലോ. ഫേക്ക് ആയിട്ട് വന്നേന്ന് ഞാൻ അറിഞ്ഞില്ല. 10 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് കിട്ടി. അത് തന്നെ, 10 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞത്, വലിയൊരു ഫിസിക്സിന്റെ കൺസെപ്റ്റ് ഒക്കെ ഫേക്ക് ആയിരുന്നോ? അത് റിയൽ ആണെന്ന് പറഞ്ഞാ വന്നേ. ഫേക്ക് ന്യൂസ് എന്ന് വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇനി ആണെങ്കിൽ അതിന്റെ ന്യൂസ് എന്താന്ന് എനിക്ക് അനുപമയൊന്ന് അയച്ചു തരണേ. ഓക്കെ. ഞാനും അറിഞ്ഞില്ല. നമ്മൾ ന്യൂസ് മാത്രമേ അറിഞ്ഞുള്ളൂ, ഫേക്ക് ആയതൊന്നും അറിഞ്ഞില്ല. ഓക്കെ. എന്തായാലും പോയി. വലിയ ഉത്സാഹത്തോടെ കൊണ്ടുവന്നതായിരുന്നു ഒരു എക്സാമ്പിള്. പോട്ട് ഞാൻ അത് പിൻവലിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ധനുസ് പദ്ധതി എന്താണ്? ധനുസ് പദ്ധതി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തനാക്കാനുള്ള പദ്ധതിയാണ് ധനുസ് പദ്ധതി. ഓക്കെ. അത് മുടങ്ങി എന്നതാണ് ന്യൂസ്. മുടങ്ങിയതൊന്നും നമുക്ക് ആവശ്യമില്ല. ഫണ്ടില്ല, മുടങ്ങി, പൈസ മൊത്തം കൊണ്ടുപോയല്ലോ. ഓക്കെ. ഇനിയിപ്പോ ഖജനാവിലും പൈസ ഇല്ല, വേറെവിടെയും പൈസ ഇല്ല, അതൊന്നും വേണ്ട. അപ്പൊ എന്തായാലും മുടങ്ങിയോ ഇല്ലേ നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്കൊരു പദ്ധതി കൊണ്ടുവന്നോ, PSC അത് ചോദിക്കും. ഓക്കെ. നമുക്ക് അത്രേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും അറിയണ്ട. ഓക്കെ. അപ്പോൾ ധനുസ് പദ്ധതി അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മുടെ VSSCയുടെ ഡയറക്ടർ ആരാണ്? VSSCയുടെ ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ രാജരാജൻ. ആരാണ്? VSSC, 2 S ഇല്ലേ, രാജരാജൻ. ഓക്കെ. അപ്പം
ആരാണ്? എ രാജരാജനാണ് VSSCയുടെ പുതിയ ഡയറക്ടർ, അറിഞ്ഞു വെച്ചേക്കുക. നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറാണ്. അപ്പോഴാണ് നമ്മുടെ VSSCയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചത് കേട്ടോ. അപ്പം ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ നമ്മുടെ പ്രീവിയസ് മന്ത് റിവിഷൻ കഴിഞ്ഞു. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. യെസ്. ഇനി നമ്മൾ വീക്ക്ലി മാഗസീനിലേക്കാണ് വരുന്നത്. വീക്ക്ലി മാഗസീനില് 2025 ജനുവരി 10 മാഗസീൻ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. തൊഴിൽ വീതി ജനുവരി 10 തൊഴിൽ വീതിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പേപ്പർ സെറ്റ് CAയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, തുടങ്ങാം. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. വനിതാ കബഡി ലോകകപ്പ് നമ്മുടെ ഇന്ത്യയാണ് നേടിയത്. 2025 നവംബറിൽ ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സഹറവർദി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ചൈനീസ് തായ്പേയിൽ തോൽപ്പിച്ചാണ് നമ്മുടെ ഇന്ത്യ കിരീടം നേടിയത്. ഓക്കെ, 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത്. തുടർച്ചയായി 2ാം തവണയാണ്, നോക്കി വെച്ചേക്കുക, തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ വിജയിച്ചത് ഇന്ത്യയാണ്, 2ാം തവണയാണ് വിജയിച്ചത്. തോൽപ്പിച്ചത് ചൈനീസ് തായ്പേനെയാണ് തോൽപ്പിച്ചത്. 2012 പാട്നയിൽ നടന്ന ആദ്യത്തെ വനിതാ കബഡി ലോകകപ്പിലും ഇന്ത്യയായിരുന്നു വിജയിച്ചത്. ആരാ ക്യാപ്റ്റൻ? റിതു നേഗി. ആരാണ്? റിതു നേഗി ആണ് വനിതാ കബഡി ടീമിന്റെ ക്യാപ്റ്റൻ. ക്ലിയർ ആണോ? അപ്പൊ എവിടെയാ നടന്നത്? വേദി എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയാണ് വേദി. ഓക്കെ, ഇത്രയും അറിഞ്ഞു വെച്ചേക്ക. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? 2025 G20 20ാമത്തെ G20 നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? 20 വയസ്സുള്ള ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മേ. കോഡ് ഓർമ്മയുണ്ടോ? അത് തന്നെ മതി. ഈ വർഷം വരെ സെറ്റാണത്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിലാണ്, ജോഹന്നാസ്ബർഗിലാണ് 20ാമത്തെ G20 ഉച്ചകോടി നടന്നത്. ഓക്കെ, അപ്പം ഈ ജോഹന്നാസ്ബർഗ് എക്സ്പോ സെന്റർ ആണ് ഇതിന്റെ ഉച്ചകോടിക്ക് വേദി കേട്ടോ. നവംബർ 22, 23 തീയതികളിലായിട്ടാണ് നടന്നത്. ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ G20 ഉച്ചകോടി നടക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്നത്. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത, സോളിഡാരിറ്റി, ഇക്വാളിറ്റി, സസ്റ്റൈനബിലിറ്റി, ഇതാണ് പ്രമേയം കേട്ടോ. അപ്പം പ്രമേയം എന്താണ്? G20 ഉച്ചകോടിയുടെ പ്രമേയം നമ്മുടെ ഇന്ത്യയിലായിരുന്നപ്പോൾ പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകം അല്ലെ? ഇന്ത്യ 18ാമത്തത് ഇന്ത്യയിലായിരുന്നു. അപ്പം തീം വസുദൈവ കുടുംബകം. 20ാമത്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. തീം എന്താണ്? സോളിഡാരിറ്റി, ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി, അല്ലെങ്കിൽ ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഓക്കെ, നമുക്കത് മാത്രമേ ഉള്ളൂ തീം. ഓക്കെ, ലോകമേ തറവാട് പറയാനേ വസുദൈവ കുടുംബകം, ലോകമേ തറവാടല്ലേ? ലോകമേ തറവാട് പറയാൻ ഇന്ത്യ മൊത്തം നശിച്ച് എല്ലായിടവും പൊല്യൂഷനായിട്ട് വെള്ളവും മൊത്തവും മലിനമായി മാരക കെമിക്കൽസ് എല്ലാം വിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് നാട് വിട്ടു പോകാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഈ പറയുന്ന തീമൊക്കെ കൊണ്ടുവന്ന് വലിയ വലിയ മഹാന്മാർ എന്ത് ചെയ്യും? ഇന്ത്യ കൊള്ളൂല്ലേ? ഓക്കെ, എന്നാൽ ഞങ്ങൾ ലണ്ടനിലോ അമേരിക്കയിലോ ചേക്കേറിക്കോളാം അല്ലേ? അതാണ് അവസ്ഥ. അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ലോകമേ തറവാട്, ലോകത്തെ തറവാട് പോലെയായ തറവാടുകളിൽ കയറി ഇറങ്ങി നടക്കാം. പോട്ടെ, നമ്മൾ അതിനകത്തൊന്നും പറയണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പഠിച്ചാൽ ഒരു നല്ല ജോലി മേടിച്ചാൽ കുറച്ച് നാൾ കൊണ്ട് സേവ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് സപ്പോസ് അങ്ങനത്തെ വല്ല അവസ്ഥയും വന്നു കഴിഞ്ഞാൽ നാട് വിട്ടെങ്കിലും പോവാം. ഇനിയിപ്പോൾ ഒരു സൈഡിൽ കൂടെ മരുഭൂമി ആവും. അതെന്തായാലും നമ്മുടെ കാലത്തൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കളെ കാലത്തൊക്കെ ആയിരിക്കും വരിക. ഒരു
1500 വർഷമൊക്കെ എടുക്കും മരുഭൂമി ആവാൻ. ആരവല്ലി മാറ്റുന്ന കാര്യം ന്യൂസിൽ അറിഞ്ഞായിരുന്നോ നിങ്ങൾ? ആരവല്ലി ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തു, അറിഞ്ഞു. യെസ്, 100 മീറ്ററിൽ കൂടുതലില്ലാത്ത എല്ലാം ഖനനം ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ആരവല്ലി നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയുടെ ആ ഒരു മരുഭൂമി വൽക്കരണം തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആയിരുന്നു. അതിനെ ഇടിച്ചു തകർത്താൽ എന്ത് സംഭവിക്കും? മരുഭൂമി വ്യാപിക്കും. അത് തന്നെ. സ്റ്റേജൊക്കെ ചെയ്താലും അതൊക്കെ കാണാം, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ വരും. പിന്നെ വേറെന്തൊരു കാര്യം, നിങ്ങൾ മറ്റേ ന്യൂസ് കണ്ടായിരുന്നോ? വെനസ്വേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക തൂക്കിക്കൊണ്ടുപോയത്. ഞാൻ ഇന്ന് ചിരിയോട് ചിരിയായിരുന്നു ആ ഒരു ന്യൂസ് കണ്ടിട്ട്. ഞാൻ ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ അല്ലേ ആ തൂക്കിക്കൊണ്ടുപോയത്? നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നിയ ആ പത്രം ന്യൂസ് കണ്ടിട്ട്? തോന്നി. നമ്മുടെ ഇവിടെ പല ആളുകളും ഉണ്ട്, ഒന്ന് തൂക്കിക്കൊണ്ടു പോക്കൂടെ അല്ലേ? എണ്ണ മുഴുവനും അടിച്ചോണ്ട് പോകും പറയാൻ. അതിനുവേണ്ടിയാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ബിസിനസ് ആണ്. പുള്ളിക്കാരൻ എല്ലാ സ്ഥലങ്ങളെയും നോക്കുന്നത് ബിസിനസ് കണ്ണിലാണ്. അപ്പോൾ വെനസ്വേല, ഓക്കെ, ഇത്ര എണ്ണയുണ്ട്, അത് ഖനനം ചെയ്ത് നല്ല സമ്പത്ത് കിട്ടും. അപ്പം പുള്ളിക്കാരനെ തൂക്കിക്കൊണ്ട് പോവുക, അവിടെ ഖനനം ചെയ്യാനുള്ള അനുമതി അമേരിക്ക സ്വന്തമാക്കുക, അത് ചെയ്യുക, അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ എന്തായാലും അറിഞ്ഞു വെച്ചേക്കാം. എന്തായാലും കൊള്ളാം കേട്ടോ. യുദ്ധമൊന്നും നടന്നില്ലല്ലോ, ആരും അറിയാതെ വന്നു, ഇല്ല പരുന്ത് കോഴിക്കുഞ്ഞിനെ റഞ്ചിക്കൊണ്ട് പോകുന്നതൊക്കെ ഒരൊറ്റ പോക്കായിരുന്നു. യെസ്. ഇനി നമുക്ക് ലോകത്തിന്റെ വ്യാവസായികമായി വികസിപ്പിച്ചതും ഉയർത്തുന്നതുമായിട്ടുള്ള പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത ഉറപ്പാക്കുക എന്നതാണ് G20യുടെ ലക്ഷ്യം. ഓക്കെ. ഇനി 26-ലെ G20 എവിടെയാ നടക്കാൻ പോകുന്നത്? US-ലാണ് കേട്ടോ. US-ലെ മിയാമിയാണ് 2026 G20യുടെ വേദി. അപ്പം 20 വയസ്സുള്ള ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മേ എന്നാ ഞാൻ US-ലോട്ട് പൊക്കോട്ടെ എന്നുവല്ലോ കണക്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നമുക്ക് അങ്ങനെയല്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്നത്ര എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പുതിയ കോഡ് ഉണ്ടാക്കുക. പുതിയ കോഡ് ഉണ്ടാക്കിയാൽ ഇത്രയും നമ്മൾ പഠിച്ചതൊക്കെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് പറ്റുന്നത്ര ഒരു കോഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ 20 വയസ്സുള്ള ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മേ എന്നുവരെ നമ്മൾ പഠിച്ചത് സെറ്റല്ലേ? അതുവരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇന്ത്യ 18 അറിയാമെങ്കിൽ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഇട്ട് കൊടുത്താൽ ബാക്കി എല്ലാം സെറ്റാണ് അല്ലേ? അപ്പം ഇന്ദുവിന്റെ ഇന്ത്യൻ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലെ അമ്മേ ഞാൻ എന്നാൽ അമേരിക്കയിലോട്ട് പൊക്കോട്ടെ എന്നെല്ലാം ചോദിച്ചാൽ മതി. 2026 ആയപ്പം അമേരിക്കയിലാണ്. ഓക്കെ, അമേരിക്കയിലെ മിയാമി. യെസ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാ വന്നേ? ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം വന്നത്. ഓക്കെ. വന്യജീവികൾ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സേഫ് റോഡ് എവിടെയാണ് വന്നത്? ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ തത്തകൾ ഭക്ഷ്യവിഷബാധയേറ്റ് അടുത്തിടെ മരിച്ചു ഏത് സംസ്ഥാനത്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ തത്തകൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇൻഡോറിലല്ലത്. ഇൻഡോറിൽ എന്തുവാ സംഭവം? മലിനജലം കാരണം മനുഷ്യനാണ് അവിടെ മരിച്ചത് കേട്ടോ, തത്തകളല്ല. മലിനജലം കാരണം 20ഓളം കുട്ടികളും മറ്റുള്ള അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നു. ഓക്കെ, 20ഓളം കുട്ടികൾ മരിച്ചു. അതെവിടെയാണ്? അത് ഇൻഡോറിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ശുചിത്വ നഗരം ഏതാണ്? ശുചിത്വ നഗരം ഇൻഡോർ.
കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്വച്ഛ് ഭാരത മിഷന്റെ 1ാം സ്ഥാനം നേടുന്ന സ്ഥലം ഏതാണ്? ഇൻഡോർ. അവിടെയാണ് ജലമലിനീകരണം ഇത്രയും രൂക്ഷമായിട്ടുള്ളത്. ഇതിനേക്കാളും എത്രയോ നല്ല സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അല്ലേ? കേരളത്തിൽ ഒരു നഗരം എടുക്കാനായിട്ട് നോക്കുവാണെങ്കിൽ ഇത്രയും മലിനജലവും ഇതുമുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടോ? ഒരു നഗരം എടുത്തു നോക്കി അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു നഗരമെങ്കിലും ഇല്ലേ? മലിനജലം അത്രയും രൂക്ഷമായ സ്ഥലമൊന്നും കേരളത്തിലില്ല. ഓക്കെ, അപ്പം പൊളിറ്റിക്സിൽ അവർ കൊടുക്കുന്ന ലിസ്റ്റാണ് വെളിയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെ വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം കന്യാകുമാരിയിലാണ്. നോ, കന്യാകുമാരിയിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി ഒരു പ്രശ്നമാണ്. ഇതിനു മുന്നേ ഗ്ലാസ് പാലം പലയിടത്തും വന്നില്ലേ? പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അവിടെ നിന്ന് എങ്ങനെ പറയുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽ പാലം വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽ പാലം വന്നത് കന്യാകുമാരിയിലാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഇതിനു മുന്നേ ഗ്ലാസ് പാലങ്ങളുണ്ട് അല്ലേ? കേരളത്തിലില്ലേ? കേരളത്തിൽ വാഗമൺ പോയിട്ടുണ്ടോ നിങ്ങള്? വാഗമണിൽ പണ്ടേ ഉണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് ഇപ്പൊ റീസെന്റ് ഗ്ലാസ് പാലം വന്നു. ഓക്കെ, ഗ്ലാസ് കടൽ പാലം എവിടെയാണ്? കന്യാകുമാരിയിലാണ്. അറിഞ്ഞു വെച്ചേക്ക. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു പാലം നിർമ്മിച്ചത്. ഓക്കെ, യെസ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓപ്പൺ നെറ്റ്വർക്ക് കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? 24/7 കോടതി കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഡിജിറ്റൽ കോടതി എവിടെയാ? കൊല്ലം. ഓക്കെ, കൊല്ലത്തുള്ളവർ അടി ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പറയാറില്ലേ? അല്ലേ? കൊല്ലത്തുള്ളവർ അടി ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പറയില്ലേ? ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ കുത്തി നോവിക്കാൻ വേണ്ടി ഞങ്ങൾ ആരെ അടിച്ചു അല്ലേ? നമ്മളൊക്കെ ആരെ അടിക്കുന്നു? ആരെ അടിച്ചില്ല. ഞാൻ ആരെങ്കിലും അടിച്ചു? പപ്പടം ഞങ്ങളുടെ അല്ല. പപ്പടം നിങ്ങൾ ഹവിഷയ്ക്ക് കൊടുത്തു, ആലപ്പുഴയുടെയാണ് കേട്ടോ. അപ്പം അതിനുശേഷം എത്രയോ സ്ഥലങ്ങൾ വന്നു. പക്ഷെ കൊല്ലം വരുമ്പോൾ മാത്രമേ ഭയങ്കര ബോൾഡായിട്ട് എഴുതത്തുള്ളൂ. കോഴിക്കോട്, എറണാകുളം അവിടെ എല്ലാം ഫുഡിന് അടി നടന്നു. പക്ഷെ അതൊന്നും വലിയ ന്യൂസില്ല. അതൊന്ന് കാണിച്ചിട്ട് ചെറിയ അക്ഷരത്തിൽ ആ ഒരു ജില്ലയുടെ പേര് എഴുതൂ. പക്ഷെ കൊല്ലം വന്നാൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അങ്ങോട്ട് എഴുതി വെക്കും, കൊല്ലത്ത് അടി നടന്നു, സലാഡിനടി നടന്നു, കൊല്ലത്ത് വീണ്ടും സലാഡിനടി എന്നൊക്കെ പറഞ്ഞു. പാവം കൊല്ലം ആയതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം എന്തായാലും നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നുണ്ട് അടിയുടെ സ്ഥലമാണെന്ന്. ഉറപ്പായിട്ട് അടി കിട്ടും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലും അടി കിട്ടും. എന്ത് കാര്യത്തിനാണെന്നറിയാമോ? തോളെ കയറിയാൽ. ഓക്കെ, ഒരു സ്നേഹത്തോടെ നിന്നാൽ ഞങ്ങൾ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഓക്കെ, അപ്പം എന്തായാലും ഒരു കൊലപാതകം ഉറപ്പാണേ, അല്ലെങ്കിൽ ഒരു അടി ഉറപ്പാണേ. അടിയാണെങ്കിൽ കേസ് ഉണ്ടാവൂലേ? കേസ് ഉണ്ടാവുമ്പോൾ സാധാരണ കോടതികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? എപ്പോഴും അടി നടക്കുന്ന ഒരു സ്ഥലത്ത് പോലീസിന് അതല്ലേ ഉള്ളൂ പണി, കോടതിക്ക് അത് തന്നെയല്ലേ പണി കാണൂ. അപ്പം സാധാരണ നോർമൽ ടൈമിലൊന്നും പ്രവർത്തിച്ചാൽ ഇവിടെ നടപ്പാവുന്ന കാര്യമല്ല. ഇവിടെ നടപ്പിലാവണമെങ്കിൽ എന്ത് വേണം? 24/7 തന്നെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് കൊല്ലത്ത് കൊണ്ടുവന്നത് എന്ന് ഓർത്തു വെച്ചാൽ കിട്ടൂലേ? ഇനി നിങ്ങൾ മറന്നു പോവോ? ഇനി നിങ്ങൾ മറക്കരുത്. ഓക്കെ, സത്യവാടാ. ഞാൻ വിചാരിച്ച കൊല്ലത്ത് ഞാൻ കല്യാണത്തിന് മുന്നേ കണ്ട കൊല്ലമല്ല. ഓക്കെ, ഇപ്പം ചെല്ലുമ്പം കൊല്ലം വേറൊരു സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത്രയും പേരുദോഷം കേൾക്കാൻ വേണ്ടി കൊല്ലക്കാരെ എന്ത് ചെയ്തു എന്നും പറഞ്ഞ് ഞാനൊരു ദിവസം കൊല്ലത്തോട്ട് പോയപ്പോഴാണ് ദാ നടക്കുന്നു നടു റോഡിലടി. ഓക്കെ, എന്താണ് സംഭവം? ഒരു ലോറിക്കാരൻ, ഒരു പാണ്ടി, ഓക്കെ, പുള്ളിക്കാരൻ റോട്ടിൽ കൂടെ ചവച്ചു തുപ്പി. താഴെ കൂടെ പോയ ബൈക്കുകാരൻ്റെ ദേഹത്ത് വീണു. മിണ്ടാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അടിക്കൂലേ അവനെ? അടിക്കൂലേ? നിങ്ങൾ ക്ഷമിക്കുമല്ലോ. ഞങ്ങൾ കൊല്ലമല്ല, ഞങ്ങൾ വേറെ ജില്ലയാണ്. ഞങ്ങൾ സമാധാനപ്രിയരാണ്. ഞങ്ങളുടെ ദേഹത്ത് ചവച്ചു തുപ്പിയാലും ഞങ്ങളുടെ കർണക്കുട്ടി അടിച്ചാലും ഞങ്ങൾ ഗാന്ധി സ്നേഹികളാണ് എന്ന് പറഞ്ഞിരിക്കുവോ? കൊടുക്കൂലേ? കൊടുക്കും. അങ്ങനെ കൊടുത്തു. ഒരുത്തൻ്റെ ദേഹത്തല്ലേ തുപ്പിയത്. പക്ഷേ മറ്റു ജില്ലക്കാരെ പോലല്ല. ഞങ്ങൾക്ക്
ഒരാള് അടി കൊടുക്കാൻ നിൽക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ളൊരു കൂടെ കയറും. ഓക്കെ, ഞങ്ങളുടെ കൊല്ലക്കാരോടാണ് അവിടെ കളിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ ഗ്യാങ്സ് അങ്ങ് വന്നു, അവനെ എടുത്തിട്ട് പൊരിച്ചു. ഓക്കെ, കട്ടയ്ക്ക് നിൽക്കും. അതാണ് കൂട്ടേടിയാവുന്ന കാര്യം. മനസ്സിലായി? എനിക്ക് അതോടെ കാര്യം മനസ്സിലായി ഇത് എങ്ങനെയാണ് കൂട്ടേടിയാവുന്നതെന്ന്. 2 പേർ തമ്മിൽ തീരേണ്ട പ്രശ്നത്തിന് ബാക്കിയുള്ളവരും കൂടെ കയറും. എന്താണ് കൊല്ലക്കാരോടാണ് കളിക്കുന്നത്, അത്രേ ഉള്ളൂ. കൊല്ലം കണ്ടാനില്ല വേണ്ട. ഞാൻ ആക്ച്വലി കൊല്ലക്കാരെ കളിയാക്കിയതല്ല. നിങ്ങൾ ഒരു ബസ്സിൽ പോകുമ്പോൾ നിങ്ങളോട് ഒരാൾ മോശമായി പെരുമാറിയാൽ ഇപ്പോൾ ഉള്ളൊരു സൊസൈറ്റിയിലെന്ന് പറഞ്ഞാൽ ആരും പ്രതികരിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു സ്ഥലത്ത് വഴക്കുണ്ടാക്കിയ ഒറ്റൊരാൾ തിരിഞ്ഞു നോക്കൂല. അവർ കൂടിപ്പോയാൽ ഒന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ നോക്കും, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കൊല്ലത്തോട്ട് വാ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ബസ്സിലുള്ള എല്ലാവരും അവനെ എടുത്തിട്ട് കൂട്ടിയിട്ട് അടിച്ച് അവനെ പിന്നെ കൊല്ലത്ത് കാലുകുത്താൻ പറ്റാത്ത രീതിയിലാക്കും. ഓക്കെ, അക്കാര്യത്തിൽ കൊല്ലക്കാരൻ നല്ല സ്ട്രോങ് ആണ്. എന്നെ പൊക്കി ഞാൻ മതിയായി. അതുകൊണ്ട് തൽക്കാലം നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, സെറ്റാണല്ലോ. ഇനി കൊല്ലത്തെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഇനി യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരമാരാണ്. ആരാ? കീർത്തി സുരേഷ്. നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ കീർത്തി സുരേഷ്. എന്തായിരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കീർത്തി സുരേഷിനെ പഠിച്ച? എന്തായിരുന്നു? അംബാസിഡർ ആണോ? ഗുഡ്വിൻ അംബാസിഡർ. എന്തിന്റെ? ഗുഡ്വിൻ അംബാസിഡർ ആയിരുന്നു. എന്തിന്റെ? കേരള സ്കൂൾ സ്പോർട്സ്. യെസ്, കേരളത്തിന്റെ നമ്മുടെ കായികോത്സവത്തിന്റെ ഗുഡ്വിൻ അംബാസിഡർ ആയിരുന്നു ആര്? കീർത്തി സുരേഷ്. അല്ലെങ്കിൽ കേരള ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന സ്കൂൾ കായികമേളയുടെ ഗുഡ്വിൻ അംബാസിഡർ ആണ്. ഓക്കെ, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായിട്ടുള്ള സാലുമരദ തിമ്മക്ക അന്തരിച്ചതെന്ന്? സാലുമരദ തിമ്മക്ക 2025 നവംബർ 14 ശിശുദിനത്തിന്റെ അന്ന്. കേട്ടോ? തിമ്മക്ക അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ്, വൃക്ഷമാതേ എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി കാണുമല്ലോ, അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ ശിശുദിനത്തിന്റെ അന്നാണ് അന്തരിച്ചത്. 2025 നവംബർ 14 തിമ്മക്ക അന്തരിച്ചത്. എന്തൊക്കെ അറിയപ്പെടുന്ന? അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ്, വൃക്ഷമാത എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, 2019 പത്മശ്രീ കിട്ടി. 2016 BBC ലോകത്തിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള 100 വനിതകളുടെ ലിസ്റ്റിലും തിമ്മക്ക ഇടം പിടിച്ചു. ഓക്കെ, യെസ്. ഇനി 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 102. 2025 102. മൊത്തം എത്ര രാജ്യങ്ങളുണ്ട് പട്ടികയിൽ? 123 രാജ്യങ്ങളിലാണ് 102ാം സ്ഥാനം. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ പട്ടിണി ഇല്ലല്ലോ, അല്ലേ? ഏറ്റവും പുറകിലാണ്. നിങ്ങൾ ഈ പറയുന്ന ഇൻഡെക്സ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കണം. നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. പൊതുജനങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഇന്ത്യ ഏറ്റവും പുറകിലാണ്. 100ന് പുറത്താണ് റാങ്ക്. എന്നല്ലാതെ ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ഒരു 2 അക്കത്തിലും വലിയ കുറവൊന്നും ഇല്ലാതെ നിൽക്കും. പിന്നെ പ്രതിരോധം അടി കാര്യത്തിലാണെങ്കിൽ 4ാം സ്ഥാനത്തൊക്കെ നിലനിൽക്കും, അല്ലേ? സമ്പത്ത്, ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ, ഗവൺമെന്റിനുള്ള ആയുധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ 4ാം സ്ഥാനത്തുമാണ്. എന്നാൽ പൊതുജനങ്ങളുടെ കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100ൽ പുറത്ത് അങ്ങ് അറ്റത്തൊക്കെ ആയിരിക്കും എന്താണ് റാങ്ക്. ഓക്കെ, അപ്പൊ 102ാം സ്ഥാനമാണ് പട്ടിണിയുടെ കാര്യത്തിൽ ഓർത്തു വച്ചേക്കാം. അപ്പൊ എന്താണ് ഗുരുതര വിഭാഗത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്നറിയാം. ഒന്നാമത് ഏതാണ്? നമ്മൾ എപ്പോഴും കളിയാക്കുന്ന ഒരു പേരാണ്. നമ്മൾ ഇച്ചിരി ഒരാളെ വയറൊക്കെ തള്ളിയിരുന്ന് മെലിഞ്ഞിട്ട് വയറൊക്കെ ചാടിയിരിക്കുന്ന ഒരാളെ നമ്മൾ എന്തു പറയും? സൊമാലിയക്കാരാണോ എന്ന് ചോദിക്കൂലേ? നിങ്ങൾ അവിടെ ചോദിക്കുവോ? നമ്മളിവിടെ പറയാറുണ്ട് സൊമാലിയക്കാരനെ പോലെ ഇരിക്കുന്നെന്ന്. അതായത് മെലിഞ്ഞുണങ്ങിയായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ വയറ് മാത്രം കാണും. കൊടവയറ്. പറയൂല.
പറയൂല. നമ്മുടെ ഇവിടെ പക്ഷെ പറയാറുണ്ട്, മെലിഞ്ഞിച്ചിരി വയറ് ചാടിയിരിക്കുന്ന ആളുകളെ സോമാലിയക്കാരെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പറയാറില്ലെങ്കിൽ ഇപ്പൊ എന്തായാലും അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ സൊമാലിയാണ് ആഗോള പട്ടിണി സൂചികയില് എന്താണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം. ഏറ്റവും പട്ടിണി സൊമാലിയയിലാണ്. അതുപോലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നമുക്ക് സമാധാനം വേണ്ടേ? പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് 100-ൽ പുറത്തായിരിക്കും. എത്രയാണ്? 115 കേട്ടോ. ആഗോള സമാധാന സൂചികകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു 2 ദിവസം അടുപ്പിച്ചിരുന്ന ന്യൂസ് കണ്ടു നോക്ക്, അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ച ഒന്ന് നമ്മുടെ ന്യൂസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ ഇല്ലയോ? നമ്മുടെ ന്യൂസ് ഒരു ദിവസം കണ്ടാലും മതി, ഒരൊറ്റ ദിവസം കണ്ടാലും നമ്മുടെ സമാധാനം അന്നോടെ പോവും അല്ലേ? എവിടെ നോക്കിയാലും വർഗീയത, എവിടെ നോക്കിയാലും രാഷ്ട്രീയക്കാരുടെ അക്രമം, പിന്നെ കുറെ സ്വർണം, നമ്മുടെ ദൈവങ്ങളെ പോലും വെറുതെ വിടാനുള്ള സ്വർണം, പിന്നെന്താണ് ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥ, അങ്ങനത്തെ പലതും ന്യൂസിൽ കാണാം. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ സമാധാനം പോകും ഇല്ലേ? അപ്പൊ സമാധാനം ഇല്ല. സമാധാനം 115-ലാണ് കിടക്കുന്നത്. ആഗോള സമാധാന സൂചിക 115-ലാണ്. അതുപോലെ ലോക സന്തോഷ സൂചിക, ലോക സന്തോഷം ഉണ്ടോ? സന്തോഷം സമാധാനത്തിന്റെ അത്ര പോലും ഇല്ല. സമാധാനം ഉണ്ടെങ്കിലല്ലേ സന്തോഷം കിട്ടും. സമാധാനത്തിന്റെ അത്ര ഒരു സന്തോഷമില്ല. 118-ാമതാണ് സന്തോഷ സൂചികയില് കേട്ടോ. ഓക്കെ, കിട്ടിയല്ലോ. യെസ്. ഇനി ലോക മാധ്യമ സൂചിക. മാധ്യമ സൂചികയിലോ? മാധ്യമങ്ങൾക്ക് വാ തുറക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആരവല്ലി ഇഷ്യൂ വന്നപ്പം എത്ര ന്യൂസ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു? ആരവല്ലി ജസ്റ്റ് പറഞ്ഞു പോയതിന് പുറമെ ആരവല്ലിയായിട്ട് ബന്ധപ്പെട്ട് ജെൻസി പ്രക്ഷോഭം നടന്നു. വലിയ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് വലിയ തീപ്പണ്ടമൊക്കെ വെച്ച് വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നു. അതുപോലെ അവരുടെ ഇടയിലേക്ക് പോലീസ് ഗ്രാനേഡും ബോംബും ഒക്കെ എറിഞ്ഞു. ഇതൊക്കെ വല്ല ന്യൂസിലും കാണിച്ചോ? കുട്ടി മിണ്ടില്ല. അതെ, നമ്മുടെ മാധ്യമങ്ങൾ അത് കാണിച്ചിട്ടില്ല. ഓക്കെ, അതൊക്കെ കാണണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെയുള്ള ആളുകൾ ഇടുന്ന സാധനങ്ങൾ വഴിയേ പുറത്തു വരത്തുള്ളൂ. അതൊന്നും ന്യൂസ് മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. വൈ ഇതൊക്കെയല്ലേ വലിയ ന്യൂസ്. അല്ലാതെ രാഹുൽ മൺകുട്ടത്തിന്റെ അവിഹിതവും അല്ലാതെ മുകേഷിന്റെ അവിഹിതവും ഒക്കെയാണോ നമുക്ക് പഠിക്കാനുള്ളത്? അതൊക്കെയാണോ ന്യൂസിൽ വരേണ്ടത്? അതൊന്നും അല്ല അല്ലേ? പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവർ ചർച്ച ചെയ്യില്ല. അല്ലാത്ത വല്ല എന്താണ് ഇപ്പൊ റീസെന്റ് വലിയ കോമഡി ഉണ്ടല്ലോ, ഒരു തൊണ്ടി മുതൽ കിട്ടിയതിന്റെ, അങ്ങനെയുള്ള തൊണ്ടി മുതൽ കേസും കുറെ അവിഹിതങ്ങളും മാത്രമേ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ അല്ലെ? പക്ഷെ അതെന്തുകൊണ്ടാ? സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാ. അവർക്ക് ഈ പൊളിറ്റിക്സിന്റെ എതിരെ മിണ്ടാൻ പറ്റൂല. മിണ്ടിയാ തീർന്നു അല്ലേ? മിണ്ടിയാ തീർന്ന്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇടയ്ക്ക് വെച്ച് മീഡിയ വണ്ണിനെ നിരോധിച്ച് ഇതെന്താണ് റെയ്ഡൊക്കെ നടന്നില്ലായിരുന്നോ? മോദിക്കെതിരെ പറഞ്ഞു എന്നും പറഞ്ഞു മീഡിയ വണ്ണിന്. അപ്പൊ അത് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണോ? സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ റെയ്ഡ് നടക്കുമോ? ഇല്ല. അപ്പം നമ്മുടെ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അത്രയും പിറകിലാണ്. 151-ാമത്തെ സ്ഥാനത്താണ്. 151-ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതിലൊക്കെ 1-ാം സ്ഥാനം ആർക്കാന്നറിയണ്ടേ? ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനം ഞാൻ നിങ്ങൾക്ക് കോഡ് പറഞ്ഞു തന്നായിരുന്നു. മാധ്യമങ്ങൾ ഇങ്ങനെ മൈക്കും പിടിച്ചോണ്ട് പോകുമ്പം ഉത്തരം പറയാതെ പോവാൻ പറ്റൂല. നോർവേക്കാണ് 1-ാം സ്ഥാനം. ഓക്കെ. അതുപോലെ സന്തോഷത്തിൽ തന്നെ ഉണ്ട് ഫൈൻ അല്ലേ? ഐ ആം ഫൈൻ എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? ഫിൻലൻഡ്. എന്താണ്? ഫിൻലൻഡാണ് സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം. സമാധാനത്തില് എടാ നല്ല സമാധാനം കിട്ടാൻ ഐസ് ബാത്ത് ഒക്കെ ചെയ്യാറില്ലേ? ഐസ് ബാത്ത് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പീസ് ഐസ്, അങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പൊ എന്താണ്? ഐസ്ലൻഡാണ് സമാധാനത്തിൽ 1-ാം സ്ഥാനം. കിട്ടിയോ? യെസ്. ആരുമില്ല സമാധാനം, അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ? യെസ്. നിങ്ങൾക്ക് ഇതിന്റെ PDF വേണോ? PDF ഇട്ട് തരാം. സ്ക്രീൻ റെക്കോർഡ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്കും തരാം.
നമുക്ക് അങ്ങോട്ട് പോയി അവരുടെ ഇൻഡെക്സ് താഴെ കൊണ്ടുവരാമെന്ന്. വളരെ നല്ല തീരുമാനം. വേഗം പൊക്കോ നാനോക്കുട്ടിനെ, വേഗം സ്ഥലം വിട്ടോ. അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞല്ലേ നസീറെ? യെസ്. അപ്പം എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. നീതുവിനെ കൂടെ വിളിക്കാം. എല്ലാവരെയും വിളിച്ചോണ്ട് വെക്കോ, വേഗം ആട്ടെ. നസീർ ലേറ്റായി കുഴപ്പമില്ല. ഇപ്പം എടുത്ത ഫുൾ ക്ലാസ്സും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പ്രൈവറ്റ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരും. നിങ്ങളത് കാണുക. ഒന്നുകൂടെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ എവിടം വരെയാണോ പെൻഡിങ് ചെയ്ത് അല്ലെങ്കിൽ കാണാത്തത് അവിടം വരെ കാണാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അപ്പം കാണാത്ത ഭാഗങ്ങൾ എടുത്തു വെച്ച് കാണുക. അപ്പം നിർത്തട്ടെ. ഡി പി ടെറിബിൾ. എൻ്റെ ഡി പി ആണോ? ഏത് ഡി പി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ 2-3 ഡി പി ഇട്ടിട്ടുണ്ട്. മിസ് പോവുകയാണോന്ന്? എടാ 8:30 തുടങ്ങിയതാണ്. നീ 9:30 വന്നിട്ട് പോവുകയാണോന്ന് ചോദിച്ചാലോ? ക്ലാസ് മറന്ന്. അടിപൊളി. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ താങ്ക് യു പറഞ്ഞ് എല്ലാവരും പോവുക. സാരമല്ലേ, ലിങ്ക് ഇടാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ. യെസ്. ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.